ശ്രീ ആന്റണി ജോൺ, നിങ്ങൾക്ക് 7 മിനിറ്റ്. സർ, എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ മേഖലയും ചേർത്ത് പിടിക്കുന്ന ഈ ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു. സർ, 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ് സർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസമായി ബഡ്ജറ്റിന്മേൽ ഈ സഭയിൽ ചർച്ച നടക്കുകയാണ്. ഈ 3 ദിവസവും കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള സമീപനം അത് നമ്മുടെ നാടിൻ്റെ പൊതുസമൂഹം നല്ല നിലയിൽ തിരിച്ചറിഞ്ഞു എന്നാണ്. ഇപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കേരള നിയമസഭയെ സംബന്ധിച്ച് ഇവിടെ പലപ്പോഴും ഷെയർ തന്നെ സൂചിപ്പിക്കാറുണ്ട്. രാജ്യത്തെ മറ്റ് ഇതര നിയമസഭകൾക്കെല്ലാം മാതൃകയാകുന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഈ നിയമസഭയുടെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വർഷത്തിൽ ഏറ്റവും അധികം സമയം സഭ സമ്മേളിക്കുന്ന ഒരു നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ അത് കേരള നിയമസഭയാണ്. അപ്പോൾ ആ നിയമസഭയിൽ അംഗമാണ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഏറ്റവും അധികം സമയം സഭ സമ്മേളിക്കുന്നു എന്ന് മാത്രമല്ല, ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകൾ, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ജീവിത ദുരിതങ്ങളും അതോടൊപ്പം തന്നെ നാടിൻ്റെ പൊതുവായ വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകളടക്കം നമ്മുടെ സഭയിൽ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സഭാ സമ്മേളനം തന്നെ ബില്ലുകൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനത്തോടക്കം ഒരു സ്വീകരിച്ച സമീപനം, അതിലെത്രയോ ബില്ലുകളാണ്. ഏക കിടപ്പാട സംരക്ഷണ നിയമം അടക്കം ഇന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം, ഏതാണ്ട് 35 ലക്ഷത്തിലേറെ ആളുകൾ നേരിടുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾക്കകത്ത് അടക്കം വനം വന്യജീവി സംരക്ഷണ നിയമത്തിലുള്ള ഭേദഗതി അടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകൾ അവതരിപ്പിച്ച ഒരു നിയമസഭയായിരുന്നു കഴിഞ്ഞ നിയമസഭ. അപ്പോൾ അങ്ങനെ ഓരോ സഭയോടും കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമല്ല, ഇപ്പോൾ 3 ദിവസക്കാലമായി ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിൻ്റെ തുടർച്ചയിൽ അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളവർക്കെല്ലാം സംസാരിക്കാൻ അവസരമുണ്ട്. ഒരാൾ പോലും ഒരു ദിവസവും ബഡ്ജറ്റിനെ കുറിച്ച് ഒരക്ഷരം പോലും ഈ സഭയ്ക്കകത്ത് മിണ്ടാൻ തയ്യാറാകുന്നില്ല. സഭയുടെ വെളിയിൽ പോയി പല പ്രസംഗവും പല കവലപ്രസംഗവും നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ സഭയ്ക്കകത്ത് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം നന്നായി തിരിച്ചറിയും. ഇപ്പോൾ ഇന്ന് തന്നെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ വാച്ച്മാൻമാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. രാവിലെ മുതൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ കോലാഹലം സഭയ്ക്കകത്തുണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് കണ്ടതാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എൻ്റെ ജില്ലയിൽ നിന്നുള്ള 2 അംഗങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഒരാളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് നിയമജ്ഞനാണ്, എല്ലാ കാര്യത്തിലും ഒരു തികഞ്ഞ നിയമജ്ഞനാണ് എന്ന് നടിക്കുന്നൊരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ സുപ്രീം കോടതി ഇനി വന്ന ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്. സുപ്രീം കോടതി നിയമജ്ഞനെന്ന് അദ്ദേഹം നടിക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ പോയി തിരിച്ചടി നേരിട്ട കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവരെ 2 പേരെ നിയോഗിച്ചുകൊണ്ട് ഇവിടെ സ്പീക്കറെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൊടുത്തത്? ഇന്നും അതിന് വ്യത്യസ്തമായിരുന്ന സമീപനം അല്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് വരുമ്പോൾ എന്തായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്? ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമീപനം സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ എത്തരത്തിലുള്ള സമീപനമാണ് 5 വർഷക്കാലം പ്രിയപ്പെട്ട വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഈ സഭയ്ക്കകത്ത് സ്വീകരിച്ചിട്ടുള്ളത്? അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമല്ല ഇപ്പോൾ ഇവിടെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മലയാളിക്കാണ് ഈ ബഡ്ജറ്റിനെ എതിർക്കാൻ കഴിയുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, എല്ലാ മേഖലയും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിയ ഒരു ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കകത്ത് സഭയ്ക്കകത്ത് സ്വീകരിക്കുന്ന സമീപനം, അതിനോട് ഗവൺമെൻറ് എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഗവൺമെൻറ് അങ്ങേയറ്റം എത്ര ക്ഷമിക്കാമോ അതിനകത്ത് ആ ക്ഷമയുടെ എല്ലാ പരിധികളും ലംഘിക്കുന്ന നിലയിൽ, ആ നിലയിലുള്ള തികച്ചും ജനാധിപത്യപരമായ സമീപനം തന്നെയാണ് ഗവൺമെൻറ് സഭയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ചെയറും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആ നിലയിലുള്ള സമീപനം സ്വീകരിച്ച അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ?
അവർ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. ഈ സഭയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി 2-3 പേരെ സസ്പെൻഡ് ചെയ്ത് വലിയ തോതിലുള്ള കോലാഹലം, കേരളത്തിൻ്റെ തെരുവുകളിൽ വലിയ തോതിലുള്ള കോലാഹലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. ഇപ്പോൾ ശബരിമല വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം പ്രതിപക്ഷം, ഇവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്താ? ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം കേവലം ഒരു ബഹിഷ്കരണ കമ്മിറ്റിയായി മാറിയിരിക്കുകയാണ്. ബഹിഷ്കരണ കമ്മിറ്റി. ഇവിടെ അവസാന സഭ ആരംഭിച്ച ദിവസം മുതൽ തന്നെ ജനകീയ വിഷയങ്ങളൊന്നും ഈ സഭയ്ക്കകത്ത് ഉന്നയിക്കാതെ ശബരിമല എന്ന ഒറ്റ വിഷയത്തിൽ തൂങ്ങി സഭ സ്തംഭിപ്പിക്കുകയാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം എത്രയോ വട്ടം സഭയ്ക്കകത്തും പുറത്തുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതേ സംബന്ധിച്ച് വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് മലയാളിക്കെല്ലാം മനസ്സിലാകുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷത്തിന് ഈ കാര്യം മനസ്സിലാകാൻ സാധിക്കാത്തത്? അത് മറ്റൊന്നും കൊണ്ടുമല്ല, സ്വാമി അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 4 വോട്ട് കിട്ടുമെങ്കിൽ അത് നേടാൻ കഴിയുന്ന നിലയിലുള്ള നെറികെട്ട രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റധിക കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ നിരവധിയായ ഈ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ മുഖ്യമന്ത്രി അടക്കം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടം ആ കാര്യത്തിനകത്തൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം തെറ്റായ സമീപനം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ നമുക്കറിയാം സഭയ്ക്കകത്ത് ചർച്ച സംഘടിപ്പിച്ച എന്താ സ്ഥിതി? സഭയ്ക്കകത്ത് ചർച്ച സംഘടിപ്പിച്ചാൽ വസ്തുത ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് നൽകാതെ പോലെ ഈ സഭയെ അലങ്കോലപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുന്നത്. സാർ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സാർ. ഇവിടെ ഇനി തെരഞ്ഞെടുപ്പിന് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു 3ാം ഗവൺമെൻറ് വരുമോ എന്നുള്ള, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഇത്തരം സമീപനം കേരളത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അതിനവർ സ്വാമി അയ്യപ്പനെ കൂട്ടുപിടിക്കുകയാണ്. അയ്യപ്പൻ പോലും നിങ്ങളോട് പൊറുക്കാൻ പോകുന്നില്ല. ഏതായാലും വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക താമസിക്കാതെ തന്നെ സ്വാമി അയ്യപ്പൻ തന്നെ നിങ്ങളോട് അതിന് പകരം വീട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടുത്ത 5 വർഷം കൂടിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പാരടിപ്പാട്ട് നൽകി ഇവിടെ ആ പാട്ടും പാടി കേരളത്തിൽ നടക്കേണ്ടി വരുമെന്ന് കൂടി പ്രത്യേകമായി അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി ഞാൻ പിന്തുണയ്ക്കുന്നു സാർ.